ഈ പ്രചാരണ പരിപാടികൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. മൂവാറ്റുപുഴയിലെ പായിപ്രയിൽ മാത്യു കുഴൽനാടൻ്റെ സ്വീകരണ പരിപാടിക്കിടെ UDFകാർ തമ്മിലടിച്ചു. മുസ്ലിം ലീഗ് വിമതനായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച EJ നജീബിനെ പരിപാടിക്ക് ക്ഷണിച്ചതാണ് അടിയിൽ കലാശിച്ചത്. EJ നജീബിനെ അനുകൂലിച്ചും എതിർത്തും UDFകാർ സംഘടിക്കുകയും പിന്നീട് അവർ തമ്മിൽ ഏറ്റുമുട്ടുകയുമാണ് ഉണ്ടായത്. ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ശാന്തമായിരിക്കും. എല്ലാം നമ്മൾ പരസ്പരം ഓർത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരു വലിയ പരിപാടിയുടെ സമാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാക്കരുത്. നമ്മുടെ MLA വന്നിട്ടുണ്ട്, MLA ഇറങ്ങി വന്നിട്ടുണ്ട്. പ്ലീസ് ഒരു തർക്കവും വേണം ഉണ്ടാക്കല്ലേ. അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയുമായി പ്രേരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, കഷ്ടമാണല്ലേ ഈ അവസാന ദിവസങ്ങളാണ് ഇത്. പാളയത്തിൽ തന്നെ പടയായാൽ എന്ത് ചെയ്യും എന്ന അവസ്ഥയാണ്. എന്തായാലും എങ്ങനെയാണ് പരിഹരിച്ചത് പ്രശ്നങ്ങൾ? ദിനേശ്, ഇത് പായിപ്ര പഞ്ചായത്തിലെ പൈനാപ്പിൾ സിറ്റി എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 7:30 മാത്യു കുഴൽനാടനും അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനവും ആ വഴിക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇതിലൊരു തർക്കമുണ്ടായിരുന്നത് നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിലെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച EJ നജീബ് സ്ഥാനാർത്ഥിക്കായി തന്റെ നാടിൽ, അതായത് ഈ പൈനാപ്പിൾ സിറ്റി ഭാഗത്ത് ഒരു പ്രത്യേക സ്വീകരണ പരിപാടി ഒരുക്കി. എന്നാൽ ഔദ്യോഗിക UDFിലെ മറ്റൊരു വിഭാഗം അങ്ങനെ ഒരു സ്വീകരണ പരിപാടി വേണ്ടതില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ആ സമയത്ത് ഈ മാത്യു കുഴൽനാടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പൈനാപ്പിൾ സിറ്റിയിൽ നിർത്താതെ, അതായത് നജീബ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി ഉള്ള സ്ഥലത്ത് നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ നജീബും അയാളുടെ കൂടെയുള്ള ആളുകളും ഈ സ്വീകരണത്തിന് വേണ്ടി വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. മറ്റാളുകൾ എതിർത്തു. ഇങ്ങനെ ഒരു വിഭാഗം പരിപാടി നടത്താനും മറ്റൊരു വിഭാഗം തടയാനും ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഒടുവിൽ മാത്യു കുഴൽനാടൻ പുറത്തേക്കിറങ്ങി ആളുകളോട് സംസാരിച്ച് തിരികെ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ പിടിച്ചെടുത്ത മണ്ഡലമാണിത്. 17 വർഷവും ഇത്തവണയും വിജയം പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടയിലാണ് സ്വന്തം ക്യാമ്പ് കമ്മിറ്റികൾ തമ്മിലടി ഉണ്ടായിരിക്കുന്നത്. ശരി. എന്തായാലും വിമതനായി മത്സരിച്ച് ജയിച്ചയാള് നിലവിലുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് അത് സഹിക്കുന്ന കാര്യവുമായിരിക്കില്ല. പക്ഷേ ഒരാളെ തടഞ്ഞു നിർത്തി സ്വീകരണ പരിപാടിയൊക്കെ ഒരുക്കുക എന്നതും നമ്മുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പരിപാടികളിലെ കൗതുക കാഴ്ചയായി മാറുന്നു. ഒരു വലിയ പരിപാടിയുടെ സമാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാക്കരുത്. നമ്മുടെ MLA വന്നിട്ടുണ്ട്, MLA ഇറങ്ങി വന്നിട്ടുണ്ട്.